ഹലോ, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് രാവിലെ ആണെങ്കിൽ ഞങ്ങൾക്ക് ഇടിയപ്പവും വറുത്തരച്ച ചിക്കൻ കറിയായിരുന്നേ. നമ്മൾ തേങ്ങ വറുത്തരച്ച് ചിക്കൻ കറി വെച്ച നമ്മുടെ നാടൻ ചിക്കൻ കറി. പിന്നെ ഉച്ചക്കേക്ക് നമ്മൾ മീൻ കറി വെച്ചിട്ടുണ്ട്. ഇത് കാണിക്കാനല്ല ഞാൻ വന്നത്, ഞാൻ ഫുഡ് കാണിക്കുന്നുണ്ട്. കണ്ടോ, ഇത് ഇന്നലെ വെച്ച മീൻ കറിയിൽ നിന്ന് കഷ്ണമെടുത്ത് വറുക്കാൻ പോവുകയാണ്. ഞാൻ പണ്ട് ഇവിടെ ഇത് ചെയ്യാറുണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടുത്തെ രണ്ടാമത്തെ മോൻ നാട്ടിൽ നിന്ന് ഇവിടെ വന്നിട്ടുണ്ട് അവധിക്ക്. ക്രിസ്മസ് അല്ലേ, അപ്പോൾ അവൻ പറഞ്ഞു, ഇന്നലെ എൻ്റെ അടുത്ത് രാത്രി പറഞ്ഞു, ആൻറ്റി മീൻ കറിയെന്ന് കഷ്ണം എടുത്തിങ്ങനെ വറുക്കത്തില്ലായിരുന്നു, എന്ത് ടേസ്റ്റാണ്, അതൊന്ന് ചെയ്തു തരുമോ? അപ്പോൾ അത് ഞാൻ വറുക്കാമെന്ന് വിചാരിച്ചെടുക്കുവാണ്. അത് നിങ്ങൾ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് അറിയത്തില്ല, അതുകൊണ്ടാണ് ഞാനിത് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ചട്ടിയിൽ എണ്ണയൊക്കെ ഒഴിച്ച് വറുക്കാനായിട്ട് അതെടുത്ത് ഇടുവാണ്. ഇതിനകത്ത് ഗുണം എന്താണെന്ന് വെച്ചാൽ ഉപ്പുണ്ട്, പുളിയുണ്ട്, എരിവുണ്ട്, എല്ലാം പിടിച്ചിട്ടുണ്ട് നല്ലതുപോലെ. അത് ചിലർക്ക് ഇഷ്ടമായിരിക്കാം. അവന് ഭയങ്കര ഇഷ്ടമാണ്. അവനും ഇഷ്ടമാണ്, മൂത്ത മോനും ഇഷ്ടമാണ്. മറ്റേ കുഞ്ഞു മക്കൾക്ക് അതൊന്നും ഇഷ്ടമല്ലായിരുന്നു, അതുകൊണ്ട് ഞാനിവിടെ അത് ചെയ്യാറില്ലായിരുന്നു. അവൻ വന്ന് ചോദിച്ചല്ലേ, അതുകൊണ്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. നെമ്മീനാണ് കറി വെച്ചതും. അതാണ് ഒരു എണ്ണ ഒഴിച്ചിട്ട് ചട്ടി ചൂടായപ്പോൾ ഞാൻ ഓരോന്ന് പിറക്കിയിടുക. ഇത്രയും നമ്മൾ ഇന്നലത്തെ മീനകത്തുനിന്ന് എടുത്ത കഷ്ണമാണ്. പിന്നെ ഇവിടുത്തെ ഇളയ കുഞ്ഞുങ്ങളുണ്ടല്ലോ, അവർക്ക് ഇങ്ങനെ ഇന്നലത്തെ മീനകത്തുനിന്ന് എടുത്ത ഇഷ്ടമല്ലാത്തതുകൊണ്ട് അവർക്കല്ലാതെ ഫ്രഷായിട്ടുള്ള മീനെടുത്ത് അത് അരപ്പ് പുരട്ടി വറുക്കാനിടുകയാണ്. ഇതിനകത്ത് നമ്മൾ മസാല എല്ലാം പുരട്ടുമ്പോൾ അതിനകത്ത് ഇച്ചിരി വിനാഗിരിയോ തൈരോ ഒക്കെ ചേർക്കാറുണ്ട്. ചിലർ നാരങ്ങ നീര് ചേർക്കാറുണ്ടല്ലോ, അത് നാരങ്ങ നീരോ തൈരോ ഒക്കെ ചേർക്കുമ്പം ഇച്ചിരി നല്ലതാണ്. പിന്നെ എന്തൊക്കെയുണ്ട്, എല്ലാവരും സുഖമായിട്ടിരിക്കുവാണോ? ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. ക്രിസ്മസ് അല്ലേ, ഇപ്പോൾ നാട്ടിൽ നിന്ന് മക്കളൊക്കെ വരുന്നുണ്ട്. എൻ്റെ മക്കളെന്ന് പറഞ്ഞാൽ എൻ്റെ സ്വന്തം മക്കളല്ല, ഞാനിവിടെ നോക്കുന്ന മക്കൾ. പക്ഷെ അതിപ്പോൾ എനിക്ക് എൻ്റെ സ്വന്തം മക്കളെക്കാളും ഇതാണ്. അങ്ങനെ എൻ്റെ മക്കളോടെ നിന്നതിനേക്കാളും കൂടുതൽ വർഷം നിന്നിട്ടുള്ളത് ഈ കുഞ്ഞുങ്ങളുടെ കൂടെയാണ്. അപ്പോൾ ഇവന്മാരുടെ ഇഷ്ടങ്ങൾ എല്ലാമാണ് കൂടുതലും എനിക്കറിയാവുന്നത്. അതിൽ ഒരാൾ എത്തിയിട്ടുണ്ട്, ഒരാൾ ഇനി എത്തണം. പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷം? നാട്ടിലെ ഇലക്ഷനൊക്കെ കഴിഞ്ഞല്ലോ. ഇന്നിവിടെ ശനിയാഴ്ചയാണ്, 13-ാം തീയതിയാണ് ഡേറ്റ്. ഞാൻ ഈ ഡേറ്റൊക്കെ പറയുന്നത് വർഷങ്ങൾ കഴിയുമ്പം ജീവനുണ്ടെങ്കിൽ നമുക്കിതൊക്കെ ഒന്ന് കണ്ട് എന്നായിരുന്നു എന്നൊക്കെ ഓർത്ത് വയ്ക്കാമല്ലോ, അതിനു വേണ്ടിയാണ്. ഇലക്ഷൻ്റെയൊക്കെ റിസൾട്ട് വന്ന് ഇരിക്കുവാണല്ലോ. പിന്നെ ഏതാണ്ട് ചീരത്തോരൻ, ചോറ് വേവുന്നുണ്ട്. അപ്പോൾ ഞാൻ അടുത്ത എല്ലാം റെഡിയായി കഴിഞ്ഞിട്ട് വരാം, ഞാൻ കാണിക്കാം. പയറുണ്ട്, പയർ മെഴുക്ക് വെട്ടുന്നുണ്ട്. പയറെന്ന് പറഞ്ഞാൽ വൻപയർ, ചെറുപയർ, മുതിരയെന്ന് പറഞ്ഞാൽ കുതിരയ്ക്ക് കൊടുക്കുന്നതാണല്ലോ ശക്തി ഉണ്ടാക്കാൻ. പിന്നെ ഷുഗറുകാർക്കൊക്കെ ഏറ്റവും നല്ലതാണല്ലോ, അതാണ് മെഴുക്ക് വെട്ടുന്നത്. അതെനിക്ക് ചേച്ചിക്ക് ഇഷ്ടമാണ് ഫുഡ് കഴിക്കാൻ. അപ്പോൾ അതിനു വേണ്ടി പിന്നെ മോരുകറി എല്ലാം റെഡി ആയിട്ടുണ്ട്. ഞാൻ ഒന്നിച്ചെല്ലാം കാണിച്ചു തരാം. ഇനി ഇതിൻ്റെ കൂടെ കൊഞ്ചും വറുക്കണം അമ്മമാർക്ക്. നമ്മുടെ ചോറ് ചീരത്തോരൻ, റെഡ് കളറിലുള്ള ചീരയും പരിപ്പും കൂടി ഇട്ട് വെച്ച തോരൻ, മോരുകറി. പിന്നെ ഞാൻ പറഞ്ഞല്ലോ മീനിൻ്റെ കാര്യം, ഇത് നമ്മൾ മറ്റേ മീൻ കറിയിൽ നിന്ന് എടുത്തത്. ഇത് മീൻ അല്ലാതെ നമ്മൾ വറുത്തത്. അവന്മാർക്ക് നങ്കില്ലാത്തതുകൊണ്ടൊന്ന് വേണ്ടാന്ന് പറഞ്ഞാൽ നിൽക്കുന്നത് കൊച്ചവന്മാർ. പിന്നെ ഇത് ചീരയല്ല, ബീട്രൂട്ടാണ്. നമ്മൾ ബീട്രൂട്ട് പച്ചടി വെച്ചതാണ്. പിന്നെ നമ്മുടെ പയർ ഒലത്തിയത് കൊണ്ട് വൻപയറും ചെറുപയറും മുതിരയും കൂടെ ഒലത്തിയതാണ്. എനിക്കും ചേച്ചിക്ക് ഇഷ്ടമാണ് ചോറ് കഴിക്കാൻ. പിന്നെ മീൻ കറി ഞങ്ങൾക്ക് നോയമ്പായതുകൊണ്ട് ഇത് കൂട്ടാൻ പറ്റത്തില്ലല്ലോ. പിന്നെ കുറച്ച് കടലക്കറി ഇരിപ്പുണ്ട്.
ഇതാണ് ഞങ്ങളുടെ ഉച്ചത്തെ ഊണ്. അവന്മാർക്ക് കൊടുത്തിട്ട് വരാം. ഞാൻ ലിയോയും കാണിക്കാം. ഇപ്പോൾ വൈൻഡപ്പ് ചെയ്യുന്നില്ല, ഇത്തിരി കൂടെ കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. എന്നിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ആരുടെയും മുഖം എടുക്കത്തില്ല. കണ്ടോ, ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ അവന്മാർ ഐസ്ക്രീം എടുക്കുക. എടേ, ഇന്നത്തെ മീൻ വറുത്തത് കൊള്ളായിരുന്നോ? കൊള്ളായിരുന്നു. മീൻ വറുത്തത് അടിപൊളിയായിരുന്നു. മീൻകറി എല്ലാം നല്ലതായിരുന്നു. സൂപ്പറായിരുന്നു. മീൻ വറുത്തതും സൂപ്പറായിരുന്നു. തോരനും സൂപ്പറായിരുന്നു. എല്ലാം അടിപൊളിയായിരുന്നു. ഞാൻ നല്ലതെന്ന് പറയുമ്പോൾ ഈ കേൾക്കുന്നവരും കാണുന്നവരും വയ്ക്കും ഞാൻ മാത്രം ഉണ്ടാക്കിയിട്ട് ഞാൻ മാത്രം ടേസ്റ്റ് ചെയ്തിട്ട് സൂപ്പർ എന്ന് പറയുന്നത്. എന്നോട് ഒരാൾ ചോദിച്ചു, നിങ്ങൾ ഫുഡ് ഉണ്ടാക്കിയിട്ട് നിങ്ങൾ കഴിച്ചിട്ട് പിന്നെ നിങ്ങൾ മാത്രം എന്തിനാ ഈ സൂപ്പർ എന്ന് പറയുന്നതെന്ന്. അവിടെ ഒരാളും ഇല്ലേ ഒന്ന് സൂപ്പറാന്ന് പറയുന്നത്. അതാ ഞാൻ ചോദിച്ചത്. സൂപ്പറായിരുന്നു, എല്ലാം സൂപ്പറായിരുന്നു. ഞാൻ ലിയെ കാണിച്ചു തരാവേ. നിങ്ങൾക്കൊരു കാര്യം കാണിച്ചു തരാം. എല്ലാം ക്ലീൻ ചെയ്തിരിക്കുന്നതല്ലേ കണ്ടത്. കണ്ടോ, ഉച്ചയൂണ് കഴിഞ്ഞപ്പം എല്ലാം പാത്രങ്ങളെല്ലാം വന്നിട്ടുണ്ടോ. ഉണ്ടോ, ഇവരെല്ലാം ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് വേണം അടുത്ത വൈകിട്ടത്തെ പരിപാടി തുടങ്ങുന്നതാണ്ടേ. ഞാൻ രാവിലെ ഇതെല്ലാം ക്ലീൻ ചെയ്താണ് തുടങ്ങിയത്. പിന്നെ രാവിലത്തെ പരിപാടി കഴിഞ്ഞ് ക്ലീൻ ചെയ്തു. വേണ്ടേ, ക്ലീൻ ചെയ്യാത്ത കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതും ചെയ്യണമല്ലോ, നമ്മുടെ പരിപാടിയാണല്ലോ ഇതെല്ലാം. അതുകൊണ്ടാണ്. ഉച്ചയ്ക്ക് ഞാൻ കാണിച്ചില്ലേ, ഇവിടെ മൊത്തം കഴുകാനുള്ള പാത്രം എല്ലാം കിടക്കുന്നത്. എല്ലാം ക്ലീനാക്കി. കണ്ടേ, ഗ്യാസും ഒക്കെ തുടച്ച് അടച്ചു വയ്ക്കും നമ്മൾ കിടക്കുന്നതിന് മുമ്പ്. എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. എല്ലാം ഒതുക്കിയിട്ടുണ്ട്. ആണ്ടേ, നമ്മളെ ക്രിസ്മസിന് സ്റ്റാറൊക്കെ ഇട്ട് പുറത്ത് ബാൽക്കണിയിലായിട്ട് വരണം. പിന്നെ അടുത്തത് അപ്പുറത്ത് എല്ലാം ഒരുക്കിയിട്ടുണ്ട്. കാണാൻ പറ്റുന്നുണ്ടോ? അതാണ്ട് എന്തോ സ്റ്റാർ. പിന്നെ അതാണ്ട് നമ്മൾ മുറിയിൽ സെറ്റ് ചെയ്ത് പുൽക്കൂടുണ്ട്, ക്രിസ്മസ് ട്രീ ഉണ്ട്, സ്റ്റാറുണ്ട്. ഞാൻ ലൈറ്റ് വെച്ചതാണ്. ഇരുട്ടത്ത് കാണുമ്പോഴാണല്ലോ ഭംഗിയെന്ന് വെച്ചു. ഇവിടെ നമ്മൾ ഈശോയെ കിടത്തിയിട്ടില്ല. ഈശോയെ 25-ാം തീയതി 12 മണിക്കൊക്കെയല്ലേ നമ്മൾ കിടത്തുന്നത്. 24-ാം തീയതി രാത്രി കഴിഞ്ഞ് 25-ാം തീയതി വരുമ്പോൾ നമ്മൾ ഉണ്ണിയേശു ഇവിടെ കിടത്തും. അതുവരെ ഞങ്ങൾ ഉണ്ണിയേശു എടുത്ത് മാറ്റി. നമ്മുടെ ഒരു സങ്കല്പം. ഇപ്പോൾ ഉണ്ണിയേശു മാതാവിൻ്റെ ഉദരത്തിൽ വഹിക്കുകയാണ്. വേണ്ടേ, പിന്നെ ഒരു സ്റ്റാർ അവിടെയുണ്ട്. ഞാനും കുഞ്ഞു മക്കളും ഇവിടുത്തെ 2 മക്കളും കൂടെ ചെയ്തതാണ്. ഇത് പൂർത്തിയായില്ല. ഇത് ഞാനിവിടെ വച്ചത് ഒരു വഴി പോലെ വെട്ടണമെന്ന് വെച്ചാൽ. ഇവിടെ പള്ളിയിൽ നിന്ന് ക്രിസ്മസിൻ്റെ കരോള് വരുന്നുണ്ട്. അത് 19-ാം തീയതി എങ്ങാണ്ട്. അന്നേരത്തേക്ക് ഇത്തിരിയോടെ ഒന്ന് മൂടി പിടിപ്പിക്കണം എല്ലാം. പിന്നെ ഇരുട്ടാ, എന്നാലും കാണാമെന്ന് തോന്നുന്നു. വേണ്ടേ, ഞങ്ങളെല്ലാം തൂക്കിയിട്ടേക്കുന്നു. പിന്നെ വേണ്ടേ, ലൈറ്റിട്ട് കാണിക്കാൻ ഞാൻ. പിന്നെ ഉണ്ണി യേശുവിനെ എടുത്ത് ഞങ്ങൾ ഇവിടെ വച്ചിട്ടുണ്ട്. ഇവിടുത്തെ പടത്തിൻ്റെ അടുത്ത് ഞാൻ വെട്ടമിട്ടിട്ട് കാണിച്ചു തരാം. വേണ്ടേ, നമ്മുടെ ഉണ്ണി യേശു. നമ്മൾ 25-ാം തീയതി വയ്ക്കും രാവിലെ. പിന്നെ വേണ്ടേ, മേരി ക്രിസ്മസ് എന്ന് പറഞ്ഞ് എഴുതി. ഞാൻ സോഫയിൽ കയറി നിന്നിട്ടാണ് കാണിക്കുന്നത് നിങ്ങളെ. നല്ല നീളമുണ്ടല്ലോ എനിക്ക്. അയ്യോ, വേണ്ടേ, ഇട്ടിട്ടുണ്ട്. പിന്നെ വേണ്ടേ, വീട് പോലെ. കാണാൻ പറ്റുന്നുണ്ടോ?
അപ്പുറത്തെ സൈഡ് ഞാൻ ലൈറ്റ് ഇട്ടില്ല, അതായിട്ട് തോന്നിക്കുന്നത്. വെട്ടം ഇട്ടിട്ട് കാണുമ്പോൾ അത്രയും ഭംഗി വരത്തില്ലല്ലോ എന്ന് വിചാരിച്ചാൽ വെട്ടം ഓഫാക്കിയത്. അപ്പം ഞങ്ങളുടെ ക്രിസ്മസ് ട്രീ ഇതാണ്. കുറേ വർഷമായിട്ടുള്ളതാണ്. ഞങ്ങളിത് കഴിയുമ്പോൾ എല്ലാം എടുത്ത് ഒതുക്കി പെറുക്കി വയ്ക്കും. പിന്നെ അടുത്ത ക്രിസ്മസ് ആകുമ്പോൾ എടുക്കും. അങ്ങനെയാണ്. എല്ലാവരും പുൽക്കൂട്ടിലുണ്ട്. ഈശോ മാത്രം ഇല്ലെന്നേ ഉള്ളൂ. ആട്ടിടയനും രാജാക്കന്മാരും ഒട്ടകവും മാതാവും ഔസേപ്പിതാവും ആടുകളും എല്ലാവരും ഉണ്ട്. അവിടെ ഒരു നാഥൻ ഇനി 25-ാം തീയതി ആകുമ്പോൾ ജനിക്കും. ലിയോയേ, ഓ ലിയോ കാണാൻ മേലേ. ഓ ലിയോ എവിടെ ഇരിക്കുന്നേ? ലിയോ എവിടെ ഇരിക്കുന്നേ? ക്രിസ്മസ് ട്രീയുടെ അടുത്ത് പോയി ഇരിക്കുവാണോ ലിയോ കുട്ടി? ലിയോ കുട്ടി, ലിയോ കുട്ടിയേ, ലിയോ 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 സുഖാണോ പൊന്നിന്? ആണോ? നമ്മളെപ്പോഴാ പുറത്ത് പോന്നേ ലിയോ? പുറത്ത് പോകുന്നുണ്ടോ ലിയോ? പുറത്ത് പോകുന്നുണ്ടോ? കറങ്ങാൻ പോകുന്നുണ്ടോ ആൻറ്റിയായിട്ട്? ഉണ്ടോ? അവിടെ ഇരുന്നു. ഇങ്ങോട്ട് വാ, ഇവിടെ വാ. നമുക്കിപ്പോൾ പോവണ്ട. ഇപ്പം പോണോ? ഇപ്പം പോവാനായിട്ട് നിൽക്കുവാണോ? കിച്ചണിൽ എന്തിനാ പോന്നേ? ഞാൻ ആ കിച്ചണിൽ വരുന്നില്ല. എന്നെയും കാത്തു പോയി കിച്ചണിൽ ഇരിക്കുക പുള്ളിക്കാരൻ. വായോ, ഇനി വായോ. ഞാൻ പോകുന്നില്ല, ഇനി വാ. ടാറ്റാ. അപ്പം എല്ലാവർക്കും, ഞാനും എൻ്റെ ലിയോയും എല്ലാം സുഖമായിട്ടിരിക്കുകയാണ് ഇവിടെ. നാട്ടിൽ നിങ്ങളും എല്ലാവരും, നാട്ടിലെന്നല്ല എൻ്റെ വീഡിയോ കാണുന്നതായാലും അല്ലാത്ത എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. പിന്നെ അപ്പം ഞങ്ങളിന്ന് വൈൻഡപ്പ് ചെയ്യുകയാണ്. ടാറ്റ ബൈ ബൈ. ഓക്കെ, ലിയോ പറയൂ. ലിയോ കുട്ടൻ എന്ന് പറഞ്ഞേ. ഒന്ന് നേരെ ഇരിയടാ, തണുപ്പ് പിടിച്ചപ്പോൾ ചുരുണ്ടുകൂടി ഇരിക്കുവാണോ പൊന്ന്? ഓക്കെ, ഞങ്ങൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ.